ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെൻറ്റ് സേവീസ് കോളേജ്, തുമ്പയിലെ സെൻറ്റ് സേവീസ് കോളേജിൽ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആരുണ്ടെന്ന് നോക്കാം. ഒരു സർപ്രൈസ് ഗേളാണ്. അപ്പോൾ രശ്മി ചേച്ചിയായിട്ടാണ് ഞാനിന്ന് സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. കോളേജ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം ഇതിവിടെ ചെയ്തു. അതൊക്കെറിയാവോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്തോ അറിഞ്ഞെന്ന് തോന്നില്ല എന്ന് വെച്ച് അങ്ങനെയാണ് ഇതായത്. അങ്ങനെ അറിഞ്ഞു ഇവിടെ സെന്റ് സേവീസ് കോളേജിൽ സൂര്യകാന്തി പാടം, ശാലിന്റെ സ്വന്തം സ്ഥലം. അതെ, എന്റെ സ്വന്തം നാട്ടിൽ സൂര്യകാന്തി പാടം വന്നിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അവിടെ നിന്നാണ് എൻട്രി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ ട്രാക്ടറും പിന്നെ കുറെ വിഷൻസും ഒക്കെ. ഇതിന് ശേഷം മുളകായിരുന്നു ഇത് ഗൈസ്. ഇതിലിവിടെ മുളകുണ്ട്. മുളകാണ് ഇതിനകത്ത് കാണുന്നത്. മുളക്, ജമ്മന്തി, അങ്ങനെ തുടങ്ങി ചീര, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ജമ്മന്തിയും അതിൽ തൊട്ട് ബാക്കിലായിട്ട് സൂര്യകാന്തി പാടങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. സമയത്താണ് ഞങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അധികം തിരക്ക് കാണത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്, പക്ഷെ വെയിൽ ഇത്തിരി കുറവായിരിക്കും. നമുക്ക് ഫോട്ടോസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ വരിക. ഇത് എൻജോയ് ചെയ്യാനാണെങ്കിൽ വൈകുന്നേരം വരിക. പക്ഷെ തിരക്കായിരിക്കും. തിരക്കിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കേണ്ടി വരും. ഈ സമയത്ത് കുറച്ച് തിരക്ക് വെയിൽ കാണും, അത് മാത്രമേ ഉള്ളൂ. അതിനൊന്ന് സഹിച്ചാൽ മതി അല്ലേ? അതെ. കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ പൊക്കം വയ്ക്കും. അതെ, ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരേ ഒരാള് രശ്മി ചേച്ചി മാത്രമാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് ജമ്മന്തി പാടം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ സൺഫ്ലവറിന്റെ പാടമാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിൽ കാണുന്ന വലിയ സൂര്യകാന്തി പാടത്തിലോട്ട് നമ്മൾ വിത്തിട്ടോണ്ടാണ് വളർന്ന് പൊക്കത്തിൽ വന്നത്. ഇനിയിപ്പോ ആണ് ഇത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടിട്ടേ. എന്റെ ലൈഫിലാണ് ആദ്യമായിട്ട് ഞാനൊരു സൂര്യകാന്തി പാടം കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, പക്ഷെ ഞങ്ങൾ പ്ലാൻ ഇട്ട നേരത്തെ. അത് ഏത് സ്ഥലമായിരുന്നു? ഇത് സായിൽ തുടങ്ങുന്ന ഏതൊരു സ്ഥലം? സുന്ദരപാണ്ഡിപുരം. അവിടെ പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടത്. അങ്ങനെ പ്ലാൻ മാത്രമായി ഒതുങ്ങി. അതുകൊണ്ട് ദൈവമുണ്ട് അവിടെ. അങ്ങനെ എത്തിപ്പെട്ടു ഗായ്സ് തുമ്പയിൽ സൂര്യകാന്തി പാടം. ഞങ്ങൾക്ക് ട്രെയിൻ കയറണ്ട, ബസ് കയറണ്ട, നടന്നു പോയാൽ മതി. നടന്നു പോയി ഈ സുന്ദരമായ ഈ സൂര്യകാന്തി തോട്ടത്തിലെത്താം. പക്ഷെ ഞങ്ങള് സ്കൂട്ടിയിലാണ് വന്നത്. അതെ, അത് നമ്മുടെ കഴിവല്ലേ? അത് ഞങ്ങളുടെ കഴിവാണ് ഗൈസ്. ബിക്കോസ് ഞാൻ റൈഡറാണ്. മാവേലിയൊക്കെ നിൽക്കുന്നുണ്ട്. മാവേലി കാറ്റത്ത് ഇങ്ങനെ ആടി കളിച്ചോണ്ടിരിക്കുവാണ് സൂര്യകാന്തി പാടത്തിന്റെ അടുത്തായിട്ട്. യഥാർത്ഥത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സൂര്യകാന്തി പാടം സൂര്യനെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അതെ. ചെറുതാണെങ്കിൽ സൂര്യനെ എങ്ങനെയാണോ സൂര്യന്റെ പ്രകാശം അതിനനുസരിച്ച് ഇതിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സൂര്യകാന്തി. പക്ഷെ ഇത് സൂര്യൻ അവിടെ ഉണ്ട്, അനുസരണയില്ല. കാരണം അനുസരണയില്ല, ശാലിനിക്ക് അനുസരണയില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതുമായിട്ട് ബന്ധിപ്പിച്ച് വേണമെങ്കിൽ എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോക്കെ ശാലിനിക്ക് അനുസരണ സൂര്യകാന്തിയിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ടാണ് സൂര്യകാന്തി എന്ന് പറയാൻ പറ്റുന്ന. അറിയാവോ? ഇല്ല. ഇത് കാണുമ്പോൾ സൂര്യനെ പോലെ തോന്നുന്നില്ല. അതെ അതെ, അതുകൊണ്ടാണ് ഇതിന് സൂര്യകാന്തി എന്ന് പേര് വന്നത്. കാന്തം പോലെയാണ് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും. അതെ, ഒരു പോസിറ്റീവ് എനർജി ഈ സൂര്യകാന്തിനെ ആകർഷിക്കുന്നത് കണ്ടത്. അത് എല്ലാത്തിനെയും ആകർഷിക്കും.
നിങ്ങളെ ആകർഷിച്ചോ? പറയൂ, കമന്റ് ബോക്സിൽ പറയൂ. നാണിച്ചു നിൽക്കുന്നു തല താഴ്ത്തി. അതെ, നാണിച്ചു തല താഴ്ത്തി നിൽക്കുന്ന സൂര്യകാന്തി. കാരണം ഞങ്ങളുടെ സൗന്ദര്യം കണ്ട് അതിന് അസൂയ തോന്നി അത് തല കുമ്പിട്ട് നിൽക്കുകയാണ്. കോഫി തന്നെ. ഏതോ കവി എഴുതി വെച്ചതോ. ഏതോ കവി എഴുതി വെച്ചത് രശ്മി ചേച്ചി പിന്നെയും പറഞ്ഞു. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പൂക്കൾ പറിക്കരുതെന്ന് കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. വരുന്നവര് പൂക്കൾ പറിക്കരുത്. താഴെ നമ്പർ അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും ഇത്. ഒരു സൈഡ് സൂര്യകാന്തി, ഒരു സൈഡിൽ ചോളം. അപ്പുറത്തും ഉണ്ടോ? ഓ, എല്ലാം എങ്ങനെ സാധിക്കുന്നല്ലേ ഇത്? ഇവിടെ നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഇവിടെ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ ക്ലാസ് വിട്ടാൽ വീട് വിട്ടാൽ ക്ലാസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാണ്. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. സോറി ഗൈസ്, എനിക്ക് ആളെ തെറ്റിപ്പോയി. ഞാൻ നല്ലൊരു ആൻസർ ആയിരുന്നു പ്രതീക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് പറ്റിയ തക്കതായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വേറെ വല്ല കൃഷി ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയാം. തെങ്ങ് കൃഷി. ഇവിടെ എന്തോ കൃഷി അറിഞ്ഞൂടാ. പൂർവ്വ വിദ്യാർത്ഥിക്ക് പോലും അറിഞ്ഞൂടാ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നശിപ്പിച്ചേനെ. പക്ഷെ ഞങ്ങള് നല്ല കുട്ടികളാണ്. അതെ അതെ. ഇവിടെ വാഴയും ഉണ്ട്. ഇവിടെ ഒരു വാഴ നടന്നു പോകുന്നു. ഡൊറോത്തി മദാമ കുട്ടയും തൂക്കി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. ഞങ്ങളുടെ വിയർപ്പിന്റെ അധ്വാനമാണ് ആ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടുത്തെ ആരവം പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്ന സൺഫ്ലവറിന്റെയും ജമന്തിയുടെയും ചോളം അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ഊഞ്ഞാലൊക്കെ എൻജോയ് ചെയ്തു. അതെ, കുട്ടികളായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അത് നല്ലൊരു സമയം തിരഞ്ഞെടുക്കാം. ഒരു ഉച്ച എന്ന് പറയുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല. കുട്ടികൾക്കായിരുന്നാലും വെയിലാണ്, അധികം വെയിൽ. പക്ഷെ ആൾക്കാരുമില്ല. ഫോട്ടോഷൂട്ടിനാണെന്നുണ്ടെങ്കിൽ ഈ സമയമാണ് നല്ലത്. പക്ഷെ രാവിലെ വരണം. രാവിലെ വരണം, നല്ലതായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ട് ആൾക്കാർ, കുട്ടികളൊക്കെ എന്തായാലും വരുമെന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാവിലെ തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിന് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.